Hello my dear students, എല്ലാവർക്കും Aegon's YouTube ചാനലിലേക്ക് സ്വാഗതം. അസ്ലം സാറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതിൻ്റെ വേരിയേഷൻസുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട് ആ കാര്യം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വസ്തുവിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുള്ള ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മക്കളെ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ട് മാത്രം വീഴുന്നതിനെയാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് നമ്മൾ താഴേക്ക് ഇടുന്നത് അത് ഫ്രീ ഫോൾ ആണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് താഴേക്ക് പോകും തോറും ഒരേ സ്പീഡിലാണോ പോകുന്നത്? അല്ല, താഴേക്ക് പോകുന്നവർ അതിൻ്റെ സ്പീഡ് എന്തായിക്കൊണ്ടിരിക്കുന്നത്? കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ താഴേക്ക് പോകുന്നവർ അതിനെന്തുണ്ട്? ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഈ ആക്സിലറേഷൻ എന്ത് മൂലമാണുള്ളത്? ഗ്രാവിറ്റി മൂലമാണുള്ളത്. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു ഫ്രീ ഫോൾ ചെയ്യുന്ന വസ്തുവിനുണ്ടാവുന്ന കോൺസ്റ്റന്റ് ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് നോൺ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂവും ഇതിൻ്റെ വേരിയേഷൻസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജിന്റെ ഇക്വേഷൻ, ജി വെച്ചിട്ടാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്നാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ +1 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈ 3 കാര്യങ്ങളാണ്: ക്യാപിറ്റൽ ജിയും, എർത്തിന്റെ മാസും, എർത്തിന്റെ റേഡിയസും. ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. എർത്തിന്റെ മാസ് അതിനൊരു വാല്യൂ ഉണ്ട്. ദെൻ ആർ റേഡിയസ് ഓഫ് ദി എർത്ത്. ആ 3 വാല്യൂസ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ജിന്റെ വാല്യൂ ആയിട്ട് എടുക്കാറുള്ളത്. റെഡി? ഇനി ജിക്ക് വേരിയേഷൻ ഉണ്ടാവുമോ? അതായത് ഏതൊരു വസ്തുവിന് എല്ലായ്പ്പോഴും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണോ ജി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക? ആണോ? നമുക്ക് നോക്കാം. ജി വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ ഈ ക്യാപിറ്റൽ ജിയിലോ ക്യാപിറ്റൽ എമ്മിലോ ക്യാപിറ്റൽ ആറിലോ വേരിയേഷൻ ഉണ്ടാവണം. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഇക്വേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈ 3 എണ്ണമാണ്. ഇതിൽ ഈ ഒരു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇറ്റ്സ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അത് മാറില്ല. എർത്തിന്റെ മാസ് എന്താക്കുന്നില്ല, പ്ലാനറ്റ് മാറാത്തിടത്തോളം കാലം മാറുന്നില്ല. പിന്നെ എന്താണ്? റേഡിയസ് ആണ്. റേഡിയസിൽ ചെറിയ വ്യത്യാസം ചില സ്ഥലങ്ങളിലുണ്ട്, അതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ദാറ്റ് മീൻസ് 6 കൂടുന്ന സമയത്ത് ജിന്റെ വാല്യൂ കുറയുന്നു, 6 കുറയുന്ന സമയത്ത് ജിന്റെ വാല്യൂ എന്താവുന്നു? കൂടുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് തുടക്കത്തിലുള്ള ഫസ്റ്റത്തെ വേരിയേഷൻ ഓഫ് ജി ഡ്യൂ ടു ദ ഷേപ്പ് ഓഫ് ദി എർത്ത് നമ്മൾ എന്താക്കുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്ന സമയത്ത് മക്കളെ പെർഫെക്റ്റ് സ്ഫിയർ അല്ല. ഓക്കെ, ഒരു 21 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട് പോളാർ റേഡിയസും അതേപോലെ തന്നെ എന്തും തമ്മിൽ, ഇക്വറ്റോറിയൽ റേഡിയസും തമ്മിൽ. അതിന്റെ വാല്യൂസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ ഒന്നും നമ്മൾ വൈഹാട്ട് പഠിക്കേണ്ട കാര്യമില്ല. എർത്തിന്റെ റേഡിയസിന്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ എടുക്കാറുള്ളത് R is equal to 6.4 into 10⁻6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. എർത്തിന്റെ റേഡിയസ് ഇക്വേറ്ററിൽ കൂടുതലാണ്, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റേഡിയസ് കൂടുതലാണ്. റേഡിയസ് കൂടുമ്പോൾ ജീന്റെ വാല്യൂ കുറയുമെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. സോ ജീന്റെ വാല്യൂ കുറഞ്ഞു, കണ്ടോ? 9.78 ഉള്ളൂ. ഓക്കെ, എന്നാൽ റേഡിയസ് കുറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? പോളിലാണ്, അല്ലെങ്കിൽ പോളിലേക്കുള്ള റേഡിയസ് കുറവാണ്. അപ്പം ജീന്റെ വാല്യൂ കൂടും. കണ്ടോ? കൂടിയത് കണ്ടില്ലേ? 9.83 വന്നു. സോ ഇവിടെ ഒരു 0.02 കുറഞ്ഞു, ഇവിടെ ഒരു 0.03 കൂടി. അപ്പം ഒരുപാട് കൂടിയെന്ന് വെച്ചാൽ ഒരുപാടൊന്നും കൂടിയില്ല, ഇത്തിരി മാത്രമേ കൂടിയുള്ളൂ. പക്ഷേ എർത്തിന്റെ സർഫസിൽ ഏറ്റവും കൂടുതൽ ജി ഉള്ളത് എവിടെയാണ്? ജീന്റെ വാല്യൂ ഉള്ളത് എവിടെയാണ്? പോളിലാണ്. ഏറ്റവും കുറവ് ജീന്റെ വാല്യൂ ഉള്ളത് എവിടെയാണ്? ഇക്വേറ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആയിട്ടുള്ള 9.8 ആണ് നമ്മൾ ജീന്റെ വാല്യൂ ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, ഇനി എർത്തിന്റെ സർഫസ് മുകളിലേക്ക് നമ്മൾ പോവാം, ഒരു ഹൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് എർത്തിന്റെ സർഫസിലാകുമ്പോൾ ഇവിടെ 9.8 ആണ് കേട്ടോ. ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത് സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടും. സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ജീന്റെ വാല്യൂ കുറയും. നേരത്തെ നമ്മൾ പറഞ്ഞു ജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. റെഡി അല്ലേ? അപ്പം മുകളിലോട്ട് പോകും തോറും ജീന്റെ വാല്യൂ കുറയും. അപ്പം മുകളിലോട്ട് പോകും തോറും ജീന്റെ വാല്യൂ കുറയുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഹൈറ്റിലുള്ള ജി കാണാനുള്ള ഇക്വേഷൻ ആണ് ജി ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈറ്റ് കൂടുന്ന സമയത്ത് മക്കളെ
ഈ 2h/r എന്നുള്ള ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ അത് കൂടും. അത് കൂടുന്ന സമയത്ത് 1 - 2h/r അല്ലേ, ഒന്നിൽ കുറവുള്ള നമ്പർ അല്ലേ. അപ്പോൾ ഒന്നിൽ കുറവുള്ള നമ്പർ ഇൻറ്റു ജി ചെയ്യുമ്പോൾ ജീൻ്റെ വാല്യൂവിനേക്കാളും കുറവാണ് കിട്ടുക. ദെൻ ഹൈറ്റ് വീണ്ടും കൂടുന്ന സമയത്ത് 2h/r പിന്നെയും കൂടും, 1 അത്രയും കുറയും. 1ൽ വളരെ കുറവുള്ള വാല്യൂ ഇൻറ്റു ജി എന്ന് പറയുമ്പോഴോ ജിയിലും വല്ലാണ്ട് കുറയും. ദാറ്റ് മീൻസ് ഹൈറ്റിലോട് പോകുന്തോറും ജീൻ്റെ വാല്യൂ കുറയുന്നു എന്നാണ് ഈ ഇക്വേഷൻ കാണിച്ചു തരുന്നത്. ക്ലിയർ? അങ്ങനെ കുറഞ്ഞ് ഔട്ടർ സർഫസ് എത്തുമ്പോഴേക്കും, ഔട്ടർ സ്പേസ് എത്തുമ്പോഴേക്കും എന്താണ് ജീൻ്റെ വാല്യൂ 0 ആയിപ്പോകും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മുകളിലേക്ക് പോയി, അതിനുശേഷം നമ്മൾ എന്താക്കി താഴേക്ക് വന്നു. താഴേക്ക് വന്നു മീൻസ് എർത്തിൻ്റെ സർഫസ് ഉള്ളിലോട്ട് പോയി, ഒരു ഡെപ്തിലോട്ട് പോയി. അപ്പോൾ ഡെപ്തിലോട്ട് പോകുന്ന സമയത്ത് ജീൻ്റെ വാല്യൂവിന് മാറ്റമുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ജി ഓഫ് ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r. ഓക്കെ, ഇത് നോക്കിയാൽ നമുക്കറിയാം എന്താണ് d/r എന്നുള്ള വാല്യൂ. നോക്കുക, നമ്മൾ ഡെപ്ത് ഇങ്ങനെ കൂടുന്ന സമയത്ത്, ഡെപ്ത് താഴോട്ട് പോകുന്ന സമയത്ത് ഡെപ്ത് ഇങ്ങനെ വാല്യൂ കൂടി വരും. അപ്പോൾ d/r എന്നുള്ള വാല്യൂ കൂടി വരും. അത്രയും 1 കുറയ്ക്കണം. 1ൽ കുറവുള്ള നമ്പർ ഇൻറ്റു ജി ചെയ്യുമ്പോൾ വീണ്ടും ജിയിൽ കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഡെപ്ത് കൂടുമ്പോഴും ജീൻ്റെ വാല്യൂ കുറഞ്ഞു പോവുക ചെയ്യാം. ഹൈറ്റ് കൂടുമ്പോഴും ജീൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. ദെൻ അങ്ങനെ ഡെപ്ത് കൂടി നമ്മൾ കുഴിച്ച് എർത്തിൻ്റെ സർഫസിൽ എത്തിയെന്ന് വെച്ചോ. അപ്പം ഈ ഒരു ഡെപ്തും എർത്തിൻ്റെ റേഡിയസും എന്താവും, ഈക്വൽ ആവും. അങ്ങനെയാവുമ്പം ജീൻ്റെ വാല്യൂ എത്ര കിട്ടും? ജി അറ്റ് ദി സെൻറ്റർ, ജി ഓഫ് ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - ഡെപ്ത് എന്തിന് ഈക്വലായി? റേഡിയസിന് ഈക്വലായി. ഇപ്പോൾ r/r എന്ന് കിട്ടി. r/r എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 - 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ജി ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് എർത്തിൻ്റെ സെൻറ്ററിൽ ജീൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി ഒരൊറ്റ ഗ്രാഫിൽ നമുക്ക് എല്ലാത്തിനും കൂടി ഒന്ന് കാണിക്കാം. ഇതാ എർത്തിൻ്റെ സെൻറ്ററിന്ന് സർഫസിലേക്കുള്ള അല്ലെങ്കിൽ പുറത്തേക്കുള്ള ദൂരം. ഓക്കെ, സോ എർത്തിൻ്റെ സെൻറ്ററിന്ന് ഒരു 6 ഡിസ്റ്റൻസ് കവർ ചെയ്താലാണ് എർത്തിൻ്റെ സർഫസിലെത്തുക. അപ്പോൾ ഇത് ഈ ലൈന് കാണിക്കുന്നതാണ് എർത്തിൻ്റെ സർഫസ്. ഓക്കെ, ദെൻ അതിൻ്റെ പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സോ എർത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോഴും ജീൻ്റെ വാല്യൂ ഇങ്ങനെ കുറയുന്നുണ്ട്. എർത്തിന് ഉള്ളിലേക്ക് പോകുമ്പോഴും ജീൻ്റെ വാല്യൂ എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. പക്ഷെ രണ്ടും ഒരുപോലെയാണോ കുറയുന്നത്? അല്ല. എർത്തിന് അകത്തേക്ക് പോകുന്ന സമയത്ത് ഒരേപോലെയാണ് എന്താക്കുന്നത്? ജീൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നത്. എന്നാൽ എർത്തിൻ്റെ ഹൈറ്റിലേക്ക് പോകുന്ന സമയത്ത്, എർത്തിൻ്റെ സർഫസിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം വളരെ ഫാസ്റ്റ് ആയിട്ട് ജീൻ്റെ വാല്യൂ കുറയും, പിന്നെ മെല്ലെ കുറയും. ഓക്കെ, ഈ ഒരു വേരിയേഷനാണ് എർത്തിൻ്റെ കേസിൽ ആർക്കുള്ളത്? ജിക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ജിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. 1-2 ഡെറിവേഷൻ ഉണ്ട്, ആ ഡെറിവേഷൻ കൃത്യമായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും, നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഈ ചാനലിലൂടെ ഒരുപാട് ലൈവ് സെഷൻസും എക്സാം മാരത്തോൺ സീരീസ് ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാം നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉഷാറായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ പിന്നെയും കാണാം. ഓൾ ദി ബെസ്റ്റ്.